SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പുറപ്പെടുവിക്കും. ജസ്റ്റിസ് M. നാഗപ്രസന്നയാണ് വിധി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിലാണ് എക്സാലോജിക്കിന് വേണ്ടി ഹർജി നൽകിയത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി ചേർന്നത്. അമൽ, വീണയെ സംബന്ധിച്ചും എക്സാലോജിക്കിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് വരാൻ പോകുന്നത്. എപ്പോഴായിരിക്കും കോടതി പരിഗണനാ വിഷയം എടുക്കുക? കർണാടക ഹൈക്കോടതിയുടെ ബംഗളൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. 1:30 കോടതി നടപടികൾ ഉച്ചയ്ക്ക് പിരിഞ്ഞതാണ്. അതിനുശേഷം 2:30 കോടതി വീണ്ടും ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ബെഞ്ചിൽ ഉച്ച കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഇതാണ്. ഈ കേസ് മാത്രമാണ് ഉച്ച കഴിഞ്ഞുള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഈ വിഷയത്തിൽ കോടതിയുടെ ഉത്തരവുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തനിക്കെതിരായ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് വീണയുടെ ആവശ്യം. എക്സാലോജിക്കിനെതിരായി നടക്കുന്ന വീണയ്ക്കെതിരായി നടക്കുന്ന ഈ SFIOയുടെ അന്വേഷണം, സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം, അത് തടയണം എന്നുള്ളതാണ് ഇവരുടെ ഈ പറയുന്ന ഹർജിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം വിശദമായ വാദം ഇതിൽ നടന്നിരുന്നു. കേന്ദ്ര സർക്കാർ അവരുടെ വാദവും അതോടൊപ്പം തന്നെ വീണയുടെ വാദവും പറഞ്ഞതാണ്. അത് പറഞ്ഞതിന് ശേഷം കോടതിയുടെ വിധി അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. എന്തായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഈ വിധി നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരു ഇടക്കാല സ്റ്റേ കിട്ടുകയാണെങ്കിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്നുള്ളതാണ് വീണയുടെ ആവശ്യം. അതിലൊരു താൽക്കാലിക ആശ്വാസമായി ഒരു ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് വീണ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ നടക്കുന്ന അന്വേഷണം, SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യമാണ്. അത് കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കോടതി അംഗീകരിക്കുകയാണ് എങ്കിൽ വീണയ്ക്ക് താൽക്കാലിക ആശ്വാസം എന്ന് പറയാൻ കഴിയും. മറിച്ച് അന്വേഷണവുമായി SFIOയ്ക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കോടതിയുടെ വിധിയെങ്കിൽ അത് വീണയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും എക്സാലോജിക്കിനെ സംബന്ധിച്ചുമെല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു വിധിയായി ഏത് അന്വേഷണവും നടക്കട്ടെ, അതാണല്ലോ CPMന്റെ ഈ വിഷയത്തിലെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ വീണ അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്നതാണല്ലോ ഈ കോടതിയിൽ പ്രധാനമായും വാദിച്ചതും. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി എത്രത്തോളം പ്രധാനമാണ് ഈ കേസെന്ന് കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന ആവശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുമുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. മറ്റൊരു വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് ഈ കോടതി ഉത്തരവ് വരാനുള്ള സാധ്യതയുണ്ടോ? വീണയ്ക്കെതിരെ തുടർച്ചയായി രേഖകൾ പുറത്തു വരുമ്പോഴും മാത്യു കുഴൽനാടനെ പോലെയുള്ള ആളുകൾ വീണയ്ക്കെതിരെ ഈ പറയുന്ന രേഖകൾ പുറത്തുവിട്ട് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും എല്ലാം നമ്മൾ CPM നേതാക്കളുടെ പ്രതികരണം തേടാറുണ്ട്. പ്രത്യേകിച്ചും MV ഗോവിന്ദൻ അതോടൊപ്പം തന്നെ AK ബാലൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് വീണ തനിക്കെതിരെ ആയി നടക്കുന്ന SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ അന്വേഷണം തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നത്. ബംഗളൂരുവിൽ കോടതിയെ സമീപിക്കുന്നു. ആ കോടതിയെ സമീപിക്കുമ്പോൾ ഇതിന് കാരണമായി പറയുന്നത് ഈ റദ്ദാക്കണം എന്ന് വീണയുടെ ആവശ്യം. ഇപ്പോൾ ഞാനൊരു കേസിൽ പ്രതിയാണ് എങ്കിൽ ആ കേസിൽ പ്രതിയായ ഞാൻ തന്നെ എനിക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നതിന് സമാനമായി തന്നെയാണ്. എനിക്കെതിരെ അന്വേഷണം പാടില്ല എന്ന് ആവശ്യപ്പെട്ട് ഞാൻ കോടതിയിൽ പോകുമ്പോൾ തന്നെയാണ് ഈ കേസിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം വിധി ഉണ്ടാകും. അതിനായാണ് കാത്തിരിക്കുന്നത്. രതീഷ്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.